Meet the editors. സമദൂരം വിട്ടോ എന്നാണ് ചോദ്യം. ജിമ്മി, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് നടക്കുന്ന വേളയിലാണ് അന്ന് NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സുകുമാരൻ നായർ വന്നൊരു അഭിപ്രായം പറയുന്നത്. പക്ഷേ ആ അഭിപ്രായമല്ല വോട്ടെടുപ്പിൽ തെളിഞ്ഞതെന്ന് നമ്മൾ കണ്ടു. അന്ന് പൂർണ്ണമായും ഇടതുവിരുദ്ധമായിരുന്നു NSS എന്ന രാഷ്ട്രീയ അവലോകന റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് CPM 2021 പരാജയത്തിന് ശേഷം. ഇന്ന് അതേ NSS CPMനെയും ഇടതുപക്ഷത്തെയും പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടാണ് അഭിമുഖം നൽകിയിരിക്കുന്നത്. കോൺഗ്രസിനെയും BJPയെയും നിശിതമായി വിമർശിക്കുകയും ചെയ്യുന്നു. സമദൂരം വിട്ടിരിക്കുകയാണോ NSS വെള്ളാപ്പള്ളിക്ക് പുറമേ? NSS എൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു അഭിമുഖം. എനിക്ക് തോന്നുന്നു എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. പ്രിൻറ്റിനായാലും ടെലിവിഷനിൽ തീരെയില്ല അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറയുന്നു. അത് വളരെ ഹെവി ലോഡഡ് ആയിട്ടുള്ള വാർത്ത ഒരു അഭിമുഖമാണ് അദ്ദേഹം കൊടുത്തത്. പക്ഷേ ഇന്നത്തെ തലക്കെട്ടുകൾക്കപ്പുറം അദ്ദേഹം പറഞ്ഞതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ശബരിമലയിൽ ആചാര ലംഘനം ഉണ്ടാകില്ല, ആചാര സംരക്ഷണം ഉണ്ടാകും എന്ന് CPMൻ്റെ നേതാവ് ദേവസ്വം മന്ത്രി VN വാസവനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അറിവോട് കൂടിയാണ്. അതാണ് ഇതിനകത്തെ ഒരു സുപ്രധാനമായ ഒരു പോയിൻ്റായി ഞാൻ എടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുന്നത് രാഷ്ട്രീയമായതുകൊണ്ടും സമദൂരം വിട്ടോ എന്നുള്ളതും കൊണ്ടും. ഇവിടെ NSS ആണോ സമദൂരം വിട്ടത്, CPM ആണോ നിലപാട് മാറ്റിയത് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വേണം. ഇനി ശബരിമലയിൽ ഒരു ആചാര ലംഘനത്തിന് ഞങ്ങൾ കൂട്ടുനിൽക്കില്ല, അതിന് ഞങ്ങൾ യാതൊരു സഹായവും ചെയ്യില്ല എന്നാണ് VN വാസവൻ മറുപടി പറഞ്ഞതെങ്കിൽ അത് നല്ല കാര്യം എന്ന് സുകുമാരൻ നായർ പറയുന്നു. അതിനെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ സുകുമാരൻ നായർ ഒന്ന് ഇടത്തേക്ക് ചാഞ്ഞോ അതോ CPM ഒന്ന് വലത്തേക്ക് ചാഞ്ഞോ നമുക്കറിയില്ല. പക്ഷേ എന്തായാലും ഇത് 2018-19 തുടങ്ങിയ ശബരിമല വിവാദത്തിലെ ഒരു വാട്ടർഷെഡ് മൂവ്മെൻറ്റാണ്. CPM NSS ജനറൽ സെക്രട്ടറി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഔദ്യോഗികമായി പറയുന്നത് പോലെയാണ് ഞങ്ങളിനി ശബരിമലയിൽ ഇത്തരം പരിപാടികൾക്ക് പോകില്ല എന്നുള്ളത്. ഓർക്കണം, ഈ വലിയ വിവാദം നടക്കുമ്പോൾ 2018 10 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റുന്നവരല്ല ഞങ്ങൾ എന്ന് പറഞ്ഞ ആളുടെ പേര് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ്. അന്ന് ശബരിമലയിൽ CPM സർക്കാർ കൊടുത്ത സംരക്ഷണത്തിൻ്റെ ഭാഗമായി മല ചവിട്ടാൻ ശ്രമിച്ചവരും മല ചവിട്ടിയവരുമായ സ്ത്രീകളുണ്ട്. അവർക്ക് പിന്നെ സർക്കാർ സംരക്ഷണം കൊടുത്തോ ഇല്ലയോ എന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് കഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആദ്യ ദിവസങ്ങളിൽ DYFI പ്രവർത്തകർ അവർക്ക് സംരക്ഷണം കൊടുത്തതിനെക്കുറിച്ച് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അവരെ ആരെയും കണ്ടില്ല. അതിനുശേഷം തെരുവിലും വീട്ടിലും ഈ സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടതിൻ്റെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അവസാനം ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അന്ന് സർക്കാരുമായി പോര് വിളിച്ച ഈ തർക്കങ്ങൾ മുഴുവൻ തുടങ്ങിയ നാമജപ ഘോഷയാത്രയോടുകൂടി സർക്കാരിനെതിരെ പോര് പ്രഖ്യാപിച്ച NSS ജനറൽ സെക്രട്ടറി നമ്മളോട് പറഞ്ഞിരിക്കുന്നു, സർക്കാർ മുട്ടുമടക്കിയിരിക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. ഞങ്ങൾ ഇനി ആചാര സംരക്ഷണത്തിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ശരി, അപ്പോൾ ആ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനില്ല. അല്ലെങ്കിൽ നാളെ സർക്കാർ ഇത് തിരുത്തണം. കാരണം 2 ആഴ്ച മുമ്പ് അയ്യപ്പ സംഗമം നടക്കുന്ന സമയത്ത് സത്യവാങ്മൂലം ഞങ്ങൾ തിരുത്തും എന്ന് ശബരിമലയിലെ ചാർജുള്ള ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പറഞ്ഞു. പക്ഷേ സർക്കാർ അതിനോട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒന്നും പറയാതെ വേറെ ഒരു കൃത്യമായ നിലപാട് പറഞ്ഞിരുന്നില്ല. ഞങ്ങൾ നിലപാട് തിരുത്തുമെന്ന് പറഞ്ഞാൽ ശബരിമലയിൽ സ്ത്രീകൾ കയറണ്ട എന്ന നിലപാടിലേക്ക് ഞങ്ങൾ പോകും എന്നാണ് ശ്രീ പ്രശാന്ത് ഉദ്ദേശിച്ചത്. അപ്പോൾ അതില്ല എന്ന് ഒരു കൺഫ്യൂഷൻ വന്നു. പക്ഷേ ഇപ്പോൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ശബരിമലയിൽ ആചാര സംരക്ഷണത്തിൻ്റെ കൂടെയാണ്. അപ്പോൾ ആ ഘട്ടം കഴിഞ്ഞു. ആ കാര്യത്തിൽ കൺഫ്യൂഷൻ തീർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസ്ഥാന സർക്കാർ CPM സർക്കാർ പഴയ നിലപാടിൽ നിന്ന് മാറിയിരിക്കുന്നു. 10 വോട്ടിന് വേണ്ടിയാണോ അല്ലയോ എന്നുള്ളത് കാലം പറയട്ടെ. ഇനി തെരഞ്ഞെടുപ്പിൽ ഇത് ബാധിക്കുമോ ഇല്ലയോ, തെരഞ്ഞെടുപ്പിൽ ഇത് ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കണ്ടേ. 2019 ഇത് കഴിഞ്ഞ ഉടനെ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശബരിമല ഇരിക്കുന്ന പത്തനംതിട്ടയിൽ ഈ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സാക്ഷാൽ സുരേന്ദ്രൻ മത്സരിച്ച പത്തനംതിട്ടയിൽ അദ്ദേഹം തോൽക്കുകയാണ് ഉണ്ടായത്, ജയിച്ചില്ല. അപ്പോൾ കോൺഗ്രസ്സാണ് ഈ വോട്ട് മുഴുവൻ കൊണ്ടുപോയത്. 19 സീറ്റിലും കോൺഗ്രസ് ജയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അന്ന് പറഞ്ഞ ന്യായം നോക്കൂ, ഹിന്ദു വോട്ടുകൾ മുഴുവൻ അങ്ങോട്ടേക്ക് പോയി എന്നായിരുന്നു. അപ്പോൾ ഈ 2019 ഇലക്ഷൻ നയിച്ചത് ആരാ? രാഹുൽ ഗാന്ധിയാണ് കേരളത്തിൽ വന്ന് ഈ പട നയിച്ചത്. രാഹുൽ ഗാന്ധിയുടെ നിലപാട് എന്തായിരുന്നു? ശബരിമലയിൽ സ്ത്രീകൾ കയറണം. സത്യത്തിൽ 2019 തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങൾ തീരുമാനിച്ചത് മോദി വിരുദ്ധ നിലപാടായിരുന്നു. കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ N ബ്ലോക്കായി വോട്ട് ചെയ്തതിൻ്റെ കൂടെ സാഹചര്യത്തിലാണ് ജയിച്ചത്. അല്ലാതെ ശബരിമലയിലെ എന്തെങ്കിലും നിലപാട് കുറവോ നിലപാട് കൂടുതലോ അല്ല കോൺഗ്രസിനെ ജയിപ്പിച്ചത് എന്നുള്ളതാണ് സത്യം. രാഹുൽ ഗാന്ധി ജയിച്ചു, കോൺഗ്രസ് എല്ലായിടത്തും ജയിച്ചു. അതിനുശേഷം നടന്ന, അപ്പോൾ നമുക്ക് വേണമെങ്കിലൊരു വാദത്തിന് കോൺഗ്രസിന് ഈ വോട്ടെല്ലാം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അത് കഴിഞ്ഞ ഉടനെ ബൈ ഇലക്ഷൻസ് വരുന്നു. ബൈ ഇലക്ഷനിൽ പാലാ മുതൽ വട്ടിയൂർക്കാവ്
അതുപോലെ തന്നെ കോന്നിയിൽ വീണ്ടും സുരേന്ദ്രൻ മത്സരിക്കുന്നു, അവിടെയും തോറ്റു. ഏത്? ശബരിമല അടുത്ത് കിടക്കുന്ന കോന്നി, സമരത്തിൻ്റെ കേന്ദ്രമായിരുന്ന കോന്നി, അവിടെ വീണ്ടും സുരേന്ദ്രൻ തോറ്റു. പാലായിലും വട്ടിയൂർക്കാവിലും CPM ജയിക്കുന്നു. ഈ മൂന്നിടത്തും CPM ആണ് ജയിച്ചത്. പിന്നെയുള്ളത് എവിടെയാണ്? പിന്നെ നടന്ന 3 ബൈ ഇലക്ഷൻസ് പിന്നെ മഞ്ചേശ്വരത്തും എറണാകുളത്തും അരൂരുമാണ്. മഞ്ചേശ്വരം ലീഗിൻ്റെ സീറ്റാണ്. അതിനുശേഷം എറണാകുളവും അരൂരും കോൺഗ്രസിൻ്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന സ്ഥലങ്ങളാണ്. അരൂർ മാത്രമാണെങ്കിൽ നേരത്തെ പാർലമെൻറ്റ് ഇലക്ഷനിൽ അപ്പുറത്ത് പോയതായതുകൊണ്ട് വേണമെങ്കിൽ വാദിക്കുക. പക്ഷേ നോക്കൂ, ഉപതിരഞ്ഞെടുപ്പിൽ CPM ഇടതുമുന്നണിയാണ് ജയിച്ചത് കാര്യമായി. ഇനി അടുത്തതോ, ചരിത്രത്തിൽ അടുത്ത ഇലക്ഷൻ 2021 അന്ന് UDF എങ്ങനെയാണ് മത്സരിച്ചത്? ആചാര സംരക്ഷണ ബില്ലിൻ്റെ കരടുണ്ടാക്കിക്കൊണ്ട് പ്രകടന പത്രികയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞുകൊണ്ടാണ് UDF മത്സരിച്ചത്. എന്നിട്ടോ 2016 തോറ്റതിനേക്കാൾ ദയനീയമായി പരാജയപ്പെടുകയാണ് UDF ഉണ്ടായത്. UDF ഈ വിഷയം സജീവമായി ഉന്നയിക്കാൻ ശ്രമിച്ചിരുന്നു. അവർ വിചാരിച്ചത് പാർലമെൻറ്റ് ഇലക്ഷനിൽ ഒരുപക്ഷെ ശബരിമല എഫക്റ്റ് ആവില്ല, കാരണം ഒരു ദേശീയ മത്സരമാണ്, അതുകൊണ്ട് അത് എഫക്റ്റ് ആയിട്ടില്ല. ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് ശക്തമായി അലയടിക്കും എന്നാണ് വിചാരിച്ചത്. 8 നിലയിൽ തോറ്റു. അപ്പോൾ സുരേന്ദ്രൻ അന്ന് ഹെലികോപ്റ്ററിൽ പറന്ന് നടന്ന് 2 ഇടത്ത് മത്സരിച്ചു, 2 ഇടത്തും തോറ്റു. ഒന്ന് കോന്നിയിലും മറ്റേത് വടക്കും മഞ്ചേശ്വരത്തും, 2 ഇടത്തും തോറ്റു. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, സത്യത്തിൽ ഈ ശബരിമല അങ്ങനൊരു ശബരിമല എഫക്റ്റ് ഉണ്ടോ? ഇതുവരെ കേരള രാഷ്ട്രീയത്തിൽ അങ്ങനൊരു ശബരിമല എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടോ? ശബരിമല എഫക്റ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ കണക്കുകൾ മുഴുവൻ സൂചിപ്പിക്കുന്നത്. പക്ഷേ ലോക്സഭയിൽ ഉണ്ടായി എന്നാണ് CPM വിലയിരുത്തൽ. CPM വിലയിരുത്തിക്കോട്ടെ. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് രാഹുൽ ഗാന്ധി മത്സരിച്ച കാര്യത്തിൽ അന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ ഏറ്റവും വലിയ ആരോപണം ഇതായിരുന്നു, ശബരിമലയിൽ സ്ത്രീകൾ കയറണം എന്ന് പറഞ്ഞ ആളാണെന്നാണ് പറഞ്ഞത്. കോൺഗ്രസ് എടുത്ത മോദി വിരുദ്ധ നിലപാടുകൾ, മോദി വിരുദ്ധ വോട്ടുകൾ സ്വാഭാവികമായും കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിക്കുന്നു. CPM മത്സരിച്ചിട്ട് ഒരു കാര്യവുമില്ല, LDF മത്സരിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന ഒരു കണക്കുകൂട്ടലായിരിക്കണം അന്ന് UDF തൂത്തുവാരിയത് പാർലമെൻറ്റ് സീറ്റുകൾ എന്നുള്ളതാണ് സത്യം. ഇനി NSS മാനസികമായി UDFിനൊപ്പമാണെന്ന് കരുതുക, അത് പാർലമെൻറ്റിലായാലും പാർലമെൻറ്റിൽ അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നിയമസഭയിൽ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് ചങ്ങനാശ്ശേരിയിൽ പോളിംഗ് ബൂത്തിന് പുറത്തിറങ്ങി NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞത് എന്താ? ശബരിമലയിലെ വിഷയം ഓർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്. എന്നിട്ട് എന്ത് പറ്റി? അപ്പോൾ NSS കൂടെ ഇല്ല എന്നുള്ള CPMൻ്റെ വിലയിരുത്തൽ ശരിയാണെന്ന് തന്നെ കരുതുക. CPM അങ്ങനെ കരുതിക്കോട്ടെ. പക്ഷേ NSS പറഞ്ഞാൽ ആളുകൾ വോട്ട് ചെയ്യുമോ? NSSന് അങ്ങനെ ഈ പറയുന്നത്ര വോട്ടുണ്ടോ? ശബരിമല ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാണോ? അല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിലൊന്നും ശബരിമല വിവാദം കത്തുന്ന സമയത്ത് ഇല്ലാത്ത വോട്ട് ഇത്തവണ ഉണ്ടാകാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഇടതുപക്ഷത്തിനും അറിയാം, ഒരു പരിധിവരെ UDF വല്ലാതെ പേടിക്കുന്നതുമാണ്. ഇനി SNDPയുടെ പിന്തുണ നോക്കൂ. SNDPയുടെ നേതാവ് വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറഞ്ഞൊരു തമാശ, അദ്ദേഹം ആര് ജയിക്കണം എന്ന് പറഞ്ഞാൽ അവർ തോക്കും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് VM സുധീരനും KC വേണുഗോപാലും ആലപ്പുഴയിൽ തോക്കണം എന്ന് പറഞ്ഞു. ആ ഒറ്റ കാരണം കൊണ്ട് അവർ ജയിച്ചു എന്നാണ് പറയുന്നത്, നമുക്കറിയില്ല. പക്ഷേ എന്തായാലും അദ്ദേഹം പറഞ്ഞത് മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ നേരെ തിരിച്ചാണ് സംഭവിക്കുക. എന്ന് മാത്രമല്ല SNDP യൂണിറ്റ് ജനറൽ സെക്രട്ടറി അദ്ദേഹം സ്ഥിരമായി ജയിക്കുന്നുണ്ടെങ്കിലും SNDP യൂണിറ്റിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ നമുക്കറിയാം. സാധാരണ ആളുകൾ വോട്ട് ചെയ്തിട്ടാണെങ്കിൽ ഇതായിരിക്കില്ല തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്നാണ് പലരും പറയുന്നത്. അതൊരു പ്രത്യേകതരം വോട്ടിംഗ് പാറ്റേണാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കയറി വരുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ഈ 2 പ്രധാനപ്പെട്ട നേതാക്കളും അവരുടെ സമുദായത്തിൻ്റെ പിന്തുണയും ആർക്കാണോ അതിൻ്റേതായ ഒരു പിന്തുണ, അതിൻ്റേതായ ഒരു ഗുണം വോട്ടിങ്ങിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള കാര്യം. അപ്പോൾ ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹം ഒരു പ്രധാനപ്പെട്ട വോട്ടിംഗ് വിഷയമാകണമായിരുന്നെങ്കിൽ അത് ഇതിനോടകം ആകേണ്ടതാണ്. അതുണ്ടായില്ല. അപ്പോൾ 2018 ഇല്ലാത്ത ഒരു വിഷയം ഇത്തവണ വീണ്ടും ഉണ്ടാകുമെന്നാണോ കരുതുന്നത്? നമുക്കൊരു സാങ്കല്പിക സിറ്റുവേഷൻ എടുത്തു വെച്ച് നോക്കാം. ഈ വിഷയം ഒരിടത്തും ചർച്ചയിലുണ്ടായിരുന്നില്ല. 2025 ആകുമ്പോൾ പെട്ടെന്ന് CPM ഈ വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിക്കും. CPM സർക്കാർ അത് ദേവസ്വം ബോർഡിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഈ വികാരം ഒന്ന് കത്തി നിൽക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗോഗോവിളിയിലുണ്ടായി. ഇന്നലെ ശബരിമലയിൽ ബദൽ സംഗമവും നടന്നു. ഇന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും അതുപോലെ തന്നെ നേരത്തെ തന്നെ SNDP യോഗത്തിൻ്റെ നേതാവ് വെള്ളാപ്പള്ളി നടേശനും നിലപാടും പ്രഖ്യാപിച്ചു. ഇനി എന്താ നടക്കാൻ പോകുന്നത്? ഈ വിഷയം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഈ ശബരിമലയിൽ കത്തിക്കാനൊന്നുമില്ല, പരിപാടികൾ അവസാനിച്ചു. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയം കത്തി നിൽക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതിലും വലിയ വെള്ളിയാഴ്ചയ്ക്ക് വാപ്പ പള്ളി പോയിട്ടില്ല, അപ്പോൾ പിന്നെ ഇവിടെ പോവുമോ? അതില്ല. പക്ഷേ എന്തുകൊണ്ടാണ് പിന്നെ CPM ഇങ്ങനെ ഒരു രാഷ്ട്രീയ മലക്കം മറിച്ചിൽ നടത്തിയത് എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. വെള്ളാപ്പള്ളി നടേശനും NSSനും അങ്ങനെ വലിയ ശക്തിയൊന്നുമില്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടും എന്തിനായിരിക്കും ചെയ്തത്? അതൊന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടായിരിക്കും. വരട്ടെ, ഇനിയിപ്പോൾ അതിൻ്റെ കുറവ് കൊണ്ട് നമുക്ക് കുഴപ്പം വരില്ല എന്ന് വിചാരിച്ചാൽ അതുകൂടി ഇരിക്കട്ടെ. ഒരു തമാശ പറയും, ഈ കോട്ടയത്ത് സെൻറ്റ് ജോർജ് പുണ്യവാളുടെ പ്രതിമയുണ്ട്. അതിൽ വ്യാളിയെ കുന്തം കൊണ്ട് കുത്തുന്ന സെൻറ്റ് ജോർജ് പുണ്യവാളുടെ പ്രതിമയാണ്.
അപ്പോൾ സെൻറ്റ് ജോർജ് പുണ്യാളന് 1 രൂപ കൊടുക്കും, വ്യാളിയുടെ വായിലും കൊടുക്കും ഒരു 10 പൈസ. എങ്ങാനും വ്യാളി ജയിച്ചാലോ എന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് സെറ്റിൽ ചെയ്ത് കാര്യങ്ങളൊന്ന് സ്വരുക്കൂട്ടി വെക്കാം എന്നുള്ളത് മാത്രമായിരിക്കും ഇടതുമുന്നണിയുടെ താല്പര്യം. അതുകണ്ട് പേടിച്ച് ഒരു ബദൽ സംഗമമൊക്കെ നടത്തി ഒന്ന് തിരിച്ചു പിടിക്കാനും അതിനൊരു കൗണ്ടർ റിയാക്ഷൻ കൊടുക്കാനുമാണ് ഇപ്പോൾ BJPയും സംഘപരിവാരവും അതുപോലെ തന്നെ കോൺഗ്രസും ശ്രമിച്ചത്. അതിനപ്പുറമൊന്നും എന്തെങ്കിലും ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ചുരുക്കത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ശബരിമല ഉയർത്തിവിട്ട വിവാദങ്ങളോ തെരഞ്ഞെടുപ്പിൽ വിഷയമാകാനുള്ള സാധ്യത തീരെ കുറവാണ്. ആകെ സംഭവിച്ചത് ചരിത്രം രേഖപ്പെടുത്തപ്പെടുമ്പോൾ 10 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റില്ല എന്ന് പറഞ്ഞ CPM, ആ CPMൻ്റെ നേതാക്കൾ, CPMൻ്റെ മന്ത്രിയും മുഖ്യമന്ത്രിയും ഞങ്ങൾ 10 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റാം എന്ന് എന്നോട് പറഞ്ഞുവെന്ന് NSS ജനറൽ സെക്രട്ടറി പറഞ്ഞതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോവുക. അങ്ങനെ രേഖപ്പെടുത്തി അത് ശരിയാണെന്ന് അവരുടെ മൗനത്തിൽ നിന്ന് തെളിയുകയും ചെയ്യുന്നു. ഒരു കാര്യത്തിൽ കൂടെയുണ്ട് മൗനം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞിരുന്നു, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട്. മുഖ്യമന്ത്രി മാത്രമല്ല മുഖ്യമന്ത്രിയുടെ കൂടെയുള്ളവരും ഭക്തന്മാരാണ്, സത്യത്തിൽ വ്യക്തിപരമായി അവരൊക്കെ ഭക്തന്മാരാണെന്ന് പറഞ്ഞു. അതിന് സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഒരു മറുപടിയും ഉണ്ടായില്ല. അവിടെയാണ് മത്തായി ചാക്കോ എന്ന് പറയുന്ന CPM നേതാവിനെ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. മത്തായി ചാക്കോയുടെ മരണം നടക്കുമ്പോൾ അദ്ദേഹം അന്ത്യകൂദാശ സ്വീകരിച്ചു എന്ന് ഒരു ബിഷപ്പ് പറഞ്ഞതിന് അദ്ദേഹത്തെ നികൃഷ്ടജീവി എന്ന് വിളിച്ച ആളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പാർട്ടി സെക്രട്ടറിയാണ്, ഇന്ന് മുഖ്യമന്ത്രിയാണ്. പിണറായി വിജയനും കൂടെയുള്ള കേരളത്തിലെ നേതാക്കന്മാരും മൗനമാണ് ഭജിക്കുന്നത്. ചുരുക്കത്തിൽ ഇത് ഒരു നിലപാട് മാറ്റത്തിൻ്റെ വളരെ കാലത്തേക്കുള്ള ഒരു കളങ്കം CPMൻ്റെ ഭാഗത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും ജയിക്കാതിരിക്കാനും സാധ്യതയില്ലെങ്കിലും കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് എടുത്ത ഒരു നിലപാടാണ് അത്. പക്ഷേ ചരിത്രത്തിൽ ഒരു കറുത്ത പൊട്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുടരും എന്നാണ് ഞാൻ കരുതുന്നത്. സുജയ, സമദൂരം വിട്ട് ശരിദൂരത്തിൻ്റെ പാതയിലേക്ക് വന്നോ? ഇടയ്ക്കിടയ്ക്ക് സമദൂരത്തിൽ പോവുകയും അതിനിടയിൽ ശരിദൂരത്തിൽ പോവുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പ്രതിഭാസമായിട്ടാണ് NSS ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം G. സുകുമാരൻ നായർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ചിലരെ ഇഷ്ടപ്പെടും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇഷ്ടമല്ലെന്ന് പറയും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ സമദൂരവും ശരിദൂരവും ഒക്കെ ഒരു വല്ലാത്ത രീതിയിൽ ഒരു മീറ്റർ പിടിച്ച് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി നാരായണക്കുറുപ്പ് സാറിനെ പോലെയൊന്നും അല്ല, കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് അപ്പോൾ കാണുന്ന രാഷ്ട്രീയത്തിനനുസരിച്ച് അദ്ദേഹം മാറ്റങ്ങൾ വരുത്തുകയും അഭിപ്രായങ്ങൾ പറയുകയും ശരിക്കുള്ള നായർ ആരാണ് എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ പലതരത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ചർച്ചയാകുന്നത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് G. സുകുമാരൻ നായർ കൊടുത്ത അഭിമുഖമാണ്. അതിൽ ഓരോ ചോദ്യങ്ങളും വളരെ കൃത്യമായ ചോദ്യങ്ങൾ ഈ സംഗമവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കണ്ടിട്ട് ശ്രീജിത്ത് ചോദിച്ച് തയ്യാറാക്കിയ അഭിമുഖമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ കൃത്യമായി വാർത്തയുള്ള ഒരു അഭിമുഖം എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയുന്ന അതാണ്, മുഴുവൻ വാർത്തയാണ്. ശരി, പലപ്പോഴും പല അഭിമുഖങ്ങളിലും 1-2 വാചകങ്ങളാണ് വാർത്തയാവുക. എന്നാൽ ഇത് മൊത്തത്തിൽ നല്ല ഒരു അഭിമുഖമായിരുന്നു. അതിന് ഞാൻ ആദ്യം തന്നെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനെ ആ ഒരു അഭിമുഖകാരനെ നമ്മൾ അഭിനന്ദിച്ചു കൊണ്ടുവേണമല്ലോ വിഷയത്തിലേക്ക് വരാൻ. ഇവിടെ ആഗോള അയ്യപ്പ സംഗമത്തെ എങ്ങനെ കാണുന്നു? പമ്പയിലെ സംഗമത്തിന് G. സുകുമാരൻ നായർ പോയില്ല, പകരം അദ്ദേഹം സംഗീത് കുമാറിനെയാണ്, പ്രതിനിധിയാണ് വിട്ടത്. താലൂക്ക് യൂണിയൻ്റെ ഒരു പ്രസിഡന്റിനെ കൃത്യമായിട്ട് വിടുന്നു. മാത്രമല്ല മറ്റാളുകളും ഒക്കെ ഉണ്ടായിരുന്നു, NSSൽ നിന്നുള്ള മറ്റാളുകളും ഒക്കെ സംഗമത്തിലുണ്ടായിരുന്നു. അദ്ദേഹം എന്തുകൊണ്ട് നേരിട്ട് പോകുന്നില്ല? അവിടെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ സമദൂരം കിടക്കുന്നത്. അവിടെ ശരിദൂരം പിടിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾ അന്ന് പങ്കെടുത്തതല്ലേ എന്ന് പറയുമ്പോൾ നേരിട്ട് പിന്നീട് ഈ സർക്കാരിനെയോ CPIMനെയോ അദ്ദേഹത്തിന് വിമർശിക്കാൻ കഴിയില്ല. 2026 തെരഞ്ഞെടുപ്പ് ഫലം മറ്റൊന്നാണെന്നുണ്ടെങ്കിൽ വീണ്ടും മറ്റൊരു ശരിദൂരം കണ്ടെത്തണമല്ലോ. അപ്പോൾ അതിനുള്ള സ്കോപ്പ് അവിടെ അദ്ദേഹം ഇട്ടിരിക്കുകയാണ് എന്നാണ് ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ LDF നിലപാട് മാറ്റിയോ? അതാണ് ഇവിടെ പറയേണ്ട വിഷയമെന്ന് ഞാൻ കരുതുന്നു. LDF നിലപാട് മാറ്റുകയാണോ അതോ ഇവിടെ G. സുകുമാരൻ നായരും NSS നിലപാട് മാറ്റുകയാണോ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലപാട് മാറ്റിയത് LDF ആണ്, CPIM ആണ്. അത് 2018 യുവതീ പ്രവേശന വിധിക്ക് ശേഷം വന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ഉണ്ടായിട്ടുള്ള നിലപാടുകൾ, 2019 തെരഞ്ഞെടുപ്പ് ഫലം കൊടുത്ത തിരിച്ചറിവുകൾ, അതിനുശേഷം നടത്തിയിട്ടുള്ള വിലയിരുത്തലുകൾ, അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് 1 വർഷം തികച്ചില്ലാത്തപ്പോൾ, കൃത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സെപ്റ്റംബർ മാസത്തിലാണ് നിൽക്കുന്നത്, അടുത്ത മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യ വാരത്തിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയാണ് നിലവിലത്തെ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ കാണുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. തദ്ദേശത്തെക്കാൾ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇടതുപക്ഷം ഇപ്പോൾ എല്ലാ രീതിയിലും എവിടെയെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ആ കറക്ഷൻസ് കൂടി വരുത്തിക്കൊണ്ട് തുടർഭരണം 3-ാം ഊഴത്തിലേക്ക് എത്തുക, ആ ഒരു ലക്ഷ്യം മുൻനിർത്തി പോകുമ്പോൾ ഇവിടെ ഈ ഒരു വിട്ടുവീഴ്ച ചെയ്യാനായി തീരുമാനിച്ച് ഉറപ്പിച്ച് ചെയ്ത ഒരു കാര്യമാണ് പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമം എന്നത് വ്യക്തമാണ്. കാരണം ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ നടത്തുന്ന ഭജനയായാലും വിളക്ക് കൊളുത്തലായാലും അവിടേക്ക് വരുന്ന പ്രതിനിധികളെ ചന്ദനം തൊട്ട് സ്വീകരിക്കുന്നതായാലും എല്ലാത്തിലും ഒരു ഭക്തിമയമായിരുന്നു ആ സമ്മേളനം മുഴുവൻ. അത് ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ആ രീതിയിലുള്ള ഒരു സംഘാടനം ഒരുപക്ഷേ ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. അപ്പോൾ കൃത്യമായി ഞങ്ങൾ മാറാൻ തയ്യാറാണ്. ഞാൻ ആ മാറ്റത്തെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. കാരണം ഒരാൾ മാറാൻ തയ്യാറാകുമ്പോൾ നീ മാറണ്ട, നീ പഴയതുപോലെ തന്നെ മതി എന്ന് നമ്മൾ പറയുന്നതിന് അർത്ഥമില്ലല്ലോ. അപ്പോൾ മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്നത് വ്യക്തമാണ്. ആ മാറ്റം
വരുന്നുണ്ട് അല്ലെങ്കിൽ മാറുന്നുണ്ട് എന്നത് NSS ജനറൽ സെക്രട്ടറിക്കും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹവും സമദൂരം വിട്ട് ശരിദൂരം പിടിക്കാൻ ഇടത്തേക്ക് അടുക്കാൻ തീരുമാനിച്ചത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ പ്രതിഷേധത്തിന് ശേഷം ഉണ്ടായ നിലപാടിലെ മാറ്റം എന്താണ് എന്ന ചോദ്യം രണ്ടാമത്തെ ചോദ്യമായി ചോദിക്കുന്നത് അതാണ്. അതിന് പറയുന്ന മറുപടി ജി സുകുമാരൻ നായർ പറയുന്ന മറുപടി യുവതീ പ്രവേശനം വേണമെങ്കിൽ നടപ്പാക്കാമായിരുന്നല്ലോ, വീണ്ടും എൻഫോഴ്സ് ചെയ്യാമായിരുന്നല്ലോ. അതായത് അതിനുള്ള സുപ്രീം കോടതിയുടെ വിധി അവിടെ നിൽക്കുന്നുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ഇനിയും സ്ത്രീകളെ അവിടേക്ക് കയറ്റാമായിരുന്നിട്ടും അവർ ചെയ്തില്ലല്ലോ എന്ന ഒരു ധ്വനി അതിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല അങ്ങനെ ചെയ്യാൻ. ഞങ്ങൾ പിന്നെ അന്നൊന്ന് ചെയ്തതിന് ഞങ്ങൾക്ക് കിട്ടി, ആ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് മതിയായി, അതുകൊണ്ട് ഇനി ഞങ്ങൾ ചെയ്യുന്നില്ല. ആ ഒരു കൃത്യമായ നിലപാട് അത് NSS ജനറൽ സെക്രട്ടറിയെ ബോധ്യപ്പെടുത്താൻ VN വാസവനും അതുപോലെ തന്നെ KB ഗണേഷ് കുമാറിനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. KB ഗണേഷ് കുമാർ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു പാലമായി പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഈ ചർച്ച ഈ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് നടത്തിയ വേളയിൽ തന്നെ ഞാനത് സൂചിപ്പിച്ചതാണ്. അപ്പോൾ KB ഗണേഷ് കുമാർ അടക്കമുള്ള ആളുകൾ ഇതിൽ കൃത്യമായ ഒരു പാലമായി വർത്തിച്ചിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. ഇവിടെ എൻഫോഴ്സ് ചെയ്യാമായിരുന്ന ഒരു കാര്യം ചെയ്യാതെ കൃത്യമായി ഭക്തരുടെ വിശ്വാസികളുടെ ഒക്കെ വികാരങ്ങൾ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ മുന്നോട്ട് പോയി. കഴിഞ്ഞ ഇത്രയും നമ്മൾ നോക്കണം, മണ്ഡല മകരവിളക്ക് സീസണുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ചെറിയ പ്രശ്നമാണെങ്കിലും അത് പരിഹരിക്കുന്നു, അതിനടുത്ത വർഷം അത് കൂടുതൽ മെച്ചമായി നടത്തുന്നു. അത് ക്യൂവിന്റെ കാര്യത്തിലായാലും ഒക്കെ. അപ്പോൾ അങ്ങനെ മാറുന്നുണ്ട് എന്ന പ്രത്യക്ഷത്തിൽ അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ സർക്കാർ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് NSS ജനറൽ സെക്രട്ടറിക്ക് ബോധ്യപ്പെട്ടു എന്ന് അദ്ദേഹം ഈ മറുപടിയിലൂടെ പറയുകയാണ്. അപ്പോഴാണ് വീണ്ടും ചോദിക്കുന്നത്, സംസ്ഥാന സർക്കാർ എന്തെങ്കിലും ഉറപ്പ് നൽകിയോ എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി പറയുന്നത് അഷുറൻസ് നൽകി എന്ന് തന്നെയാണ്. ഞാനത് വിശ്വാസത്തിലെടുക്കുകയാണ്. അപ്പോൾ ചർച്ചകളിലൂടെ ഉറപ്പ് നൽകുന്നതിലൂടെ NSSനെ കൂടെ കൂട്ടുകയാണ്. അപ്പോൾ ആരാണ് നിലപാട് മാറ്റിയത്? LDF ആണ്, ഇടത് സർക്കാരാണ്, പിണറായി വിജയനാണ്. അക്കാര്യത്തിൽ എന്തുകൊണ്ട് അന്നെടുത്ത നിങ്ങളുടെ ഈ പുരോഗമനപരമായ നിലപാട്, നവോത്ഥാന സമിതിയൊക്കെ ഉണ്ടാക്കി, നവോത്ഥാന സംരക്ഷണ സമിതി ഉണ്ടാക്കി, വെള്ളാപ്പള്ളിയെ അതിന്റെ തലപ്പത്ത് കൊണ്ടുവന്ന് അതിൽ NSSന്റെ ആളുകളാരും പ്രധാന ഭാരവാഹികളായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളിയെ അതിന്റെ മേൽ അധ്യക്ഷ സ്ഥാനത്തിരുത്തുന്നു. എന്നിട്ട് ഒരു പുരോഗമനപരമായ കാഴ്ചപ്പാടോടുകൂടി വനിതാ മതിൽ കെട്ടുന്നു. അങ്ങനെയൊക്കെ ചെയ്ത ഒരു സംഘടന ബിന്ദു അമ്മിണി അടക്കമുള്ള ആളുകൾ വരേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തുമ്പോൾ യഥാർത്ഥത്തിൽ NSS അന്നെടുത്ത നാമജപ ഘോഷയാത്രയുടെ ഏറ്റവും പിന്നിലത്തെ നിരയിലേക്ക് ഇടതുപക്ഷം ഒന്നാകെ അണിചേർന്ന് നിന്നിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് NSSന്റെ തൊഴുത്തിലേക്ക് CPM ആകുന്ന LDF സർക്കാരാകുന്ന പശുവിനെ കൊണ്ടുചെന്ന് കെട്ടിയിട്ടുണ്ട്. ആ പശു ഇപ്പോൾ ആ തൊഴുത്തിൽ നിൽക്കുകയാണ്. അതാണ് നിലവിലത്തെ അവസ്ഥ. NSSന്റെ വോട്ടും വേണം ഞങ്ങൾക്ക് എന്നതുകൊണ്ട് കൃത്യമായി അവിടേക്ക് ചെന്ന് കൂടിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ജി സുകുമാരൻ നായർ ഈ മറുപടി പറയില്ല. അദ്ദേഹത്തെ തന്നെയാണ് നമ്മൾ കോട്ട് ചെയ്യുന്നത്. ഈ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അനുമതിയോടെ മന്ത്രി VN വാസവൻ അഷുറൻസ് നൽകിയെന്നാണ്. മന്ത്രി VN വാസവൻ ഈ കാര്യത്തിൽ ബിന്ദു അമ്മിണി വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് ചോദിച്ചത്. അപ്പോൾ അത്തരക്കാരെയൊന്നും പങ്കെടുപ്പിക്കില്ല എന്ന മറുപടി നൽകിയതും ഇതുമായി നമ്മൾ ചേർത്ത് വായിക്കേണ്ട കാര്യവുമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചത് എന്ന് ചോദിക്കുമ്പോൾ സർക്കാർ നിലപാട് തിരുത്തുമ്പോൾ NSSും സഹകരിക്കണം. നിലപാട് തിരുത്തിയെന്ന് മാധ്യമങ്ങൾ പറയുന്നതല്ല, നിലപാട് തിരുത്തിയെന്ന് NSSനോട് നേരിട്ട് പറഞ്ഞിരിക്കുന്നതും അവർക്ക് ബോധ്യപ്പെട്ടതുമായ കാര്യമാണ്. ഇനി ആക്ടിവിസ്റ്റുകളെ പങ്കെടുപ്പിക്കുന്ന കാര്യവും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിന്ദു അമ്മിണിയൊന്നും സംഗമത്തിന് വന്നില്ലല്ലോ എന്ന് തിരിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അതൊരു വിഷയമായിരുന്നു. ആക്ടിവിസ്റ്റുകളെ ശബരിമല കയറ്റിയത് ഒരു വിഷയമായിരുന്നു. അതേ തുടർന്നാണല്ലോ ഈ പ്രതിഷേധങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഇനി അങ്ങനെയുള്ള നടപടികൾ ഉണ്ടാകില്ല സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. ഇനി ഇപ്പോൾ ആക്ടിവിസ്റ്റുകളായ ബിന്ദു അമ്മിണി എന്നല്ല, വേറെ ഏതെങ്കിലും ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അല്ലാതെ ഒരു യുവതിക്ക് ഈ വിധി അനുസരിച്ച് ഇപ്പോഴും കയറാം. പോയാൽ കയറ്റില്ല സർക്കാർ, ഉറപ്പാണ്. ആ ഒരു അഷുറൻസ് പുറത്ത് കൊടുത്തിട്ടുണ്ട്. അതാണെന്നല്ലോ NSSന് വേണ്ടത്. എതിർത്തവർക്ക്, നാമജപ ഘോഷയാത്ര നടത്തിയവർക്ക് വേണ്ടതായിരുന്നു, അത് കൊടുത്തു. അതുപോലെ തന്നെ ഇത് പശ്ചാത്താപമാണോ എന്ന് ചോദിക്കുമ്പോൾ പശ്ചാത്താപമല്ല, ഇതൊരു തിരുത്തലാണ് എന്ന മറുപടിയാണ് തരുന്നത്. തിരുത്തലാണ്. തിരുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തെറ്റുപറ്റുമ്പോഴാണ് തിരുത്തുന്നത്, അല്ലാതെ ആരും തിരുത്താറില്ല. അപ്പോൾ തെറ്റ് പറ്റിയിരിക്കുന്നു, ഞങ്ങൾക്കത് തിരുത്തുന്നു, ഞങ്ങൾ തിരുത്തലിന്റെ പാതയിലാണ്, ഞങ്ങൾ ഈ കാര്യങ്ങളിൽ ഇനി ഇങ്ങനെയുള്ള ഇടപെടലുകൾ നടത്തില്ല എന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് NSS എതിർക്കുന്നത്? അവരാവശ്യപ്പെട്ട കാര്യം രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല്, ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്ന് നിൽക്കുന്നത്. ഇവിടെ കോൺഗ്രസ് ബഹിഷ്കരിക്കാൻ കാരണം വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ് എന്നുകൂടി NSS ജനറൽ സെക്രട്ടറിയെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലേക്ക് ആ ബന്ധം വളർന്നിട്ടുമുണ്ട്. കോൺഗ്രസ് ബഹിഷ്കരിക്കാൻ കാരണം വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. കോൺഗ്രസ് ഈ രണ്ട് സംഗമത്തിനും വന്നിട്ടില്ലല്ലോ. ആഗോള അയ്യപ്പ സംഗമത്തിനും ബദൽ സംഗമത്തിനും പോയിട്ടില്ല. സംഗമമേ വേണ്ട, സംഗമം ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്നൊരു ലൈൻ ഇപ്പോൾ സമീപകാല വിവാദങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ് എന്നത് ജി സുകുമാരൻ നായർ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം കോൺഗ്രസിനെ കുറിച്ചൊരു കാര്യം ചോദിക്കുന്നുണ്ട്. കോൺഗ്രസിന് അപ്പോൾ ഹിന്ദു വോട്ട് വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് മൈനോറിറ്റി വോട്ട് മതിയായിരിക്കും
എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു വെള്ളാപ്പള്ളി ലൈനിലേക്കും വരുന്നുണ്ട്. മലപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പരാമർശം എന്താണ്? ആ പരാമർശത്തെ എൻഡോഴ്സ് ചെയ്യുന്ന സർക്കാരിന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒപ്പം വെള്ളാപ്പള്ളിയെ കൊണ്ടുവരികയും ഒരു പ്രധാന പ്രതിഷ്ഠയായി ഇവിടെ കൊണ്ടുവരികയും ഇന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മുഖ്യമന്ത്രി ഭക്തനാണെന്ന്. MAB പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതാണ് ശരി, കാരണം ഞാനാണ് ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ബെസ്റ്റിയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബെസ്റ്റിയായ വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും പറയുന്നു പിണറായി വിജയൻ ഭക്തനാണ് എന്ന്. അപ്പോൾ ഇവിടെ മൈനോറിറ്റി പൊളിറ്റിക്സ് ആണ് ഇവർക്ക്, അല്ലെങ്കിൽ മൈനോറിറ്റിയുടെ വോട്ട് മാത്രം മതിയെന്ന് കോൺഗ്രസിനെ പൂർണ്ണമായും തള്ളിപ്പറയുകയാണ് ജി സുകുമാരൻ നായർ. ഇവിടെ ഈ സമദൂര സിദ്ധാന്തം നമ്മൾ കേട്ടു തുടങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. അത് നാരായണ കൂടെ പറഞ്ഞു കേട്ടോ, BJPക്കും പൊളിറ്റിക്സ് ഉണ്ട്. അതെ, വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ് ഇവിടെ. കോൺഗ്രസിനോട് അല്ല, ഞാൻ കോൺഗ്രസ് പറയാൻ കാരണം എന്താണെന്ന് അറിയോ? കോൺഗ്രസിനോടാണ്. അത് ഞാൻ അടുത്ത ഭാഗത്തിൽ പറയാം. NSS കൂടുതൽ പിന്തുണച്ചിട്ടുള്ളത് BJP ആണോ? NSS കൂടുതൽ ചേർന്ന് നിന്നിട്ടുള്ളത് കഴിഞ്ഞ 2021 അധികാരത്തിൽ വരാൻ പോകുന്നു കോൺഗ്രസ് എന്ന് കരുതിയുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ നമ്മൾ കേട്ടതാണ്. ഉപതെരഞ്ഞെടുപ്പിൽ, വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിലടക്കം അദ്ദേഹം എടുത്ത നിലപാട് എന്താണ്? അതൊക്കെ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. ജി സുകുമാരൻ നായരുടെ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ 10 എണ്ണം എടുത്താൽ 6 എണ്ണവും കോൺഗ്രസിന് അനുകൂലമാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്ക് അനുകൂലമായതായിരിക്കും. പക്ഷേ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ കാര്യത്തിൽ BJPയുടെ പേര് പറഞ്ഞു, കേന്ദ്രം സഹായിച്ചില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ സ്പെസിഫിക് ആണ്. ഞാൻ എന്റെ പോയിന്റുകളാണ് പറയുന്നത്. താങ്കളുടെ ഭാഗത്തിൽ താങ്കൾക്ക് അത് പറയാം. അല്ല, ഞാൻ എന്റെ പോയിന്റുകൾ പറയട്ടെ. അപ്പോൾ എനിക്ക് പറയാനുള്ള ഭാഗമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇന്റർവ്യൂ മൊത്തം വായിക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ എന്റെ ഭാഗമാണ് ഞാൻ പറയട്ടെ, പറഞ്ഞു വരട്ടെ. BJP കുറിച്ച് പറയേണ്ട സമയത്ത് പറയും. മാത്രമല്ല BJP കുറിച്ച് കൂടുതൽ കുറ്റം പറയാൻ രണ്ടുപേർ ഇരിക്കുമ്പോൾ ഞാനും കൂടി എന്താണ് പറയുന്നത്? എന്റെ ഭാഗം പറഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് മനഃപൂർവ്വം പറയാം. അതെ അതെ, മനഃപൂർവ്വം പറയാം. രണ്ട് പാർട്ടിയും വോട്ട് ബാങ്ക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആയിക്കോട്ടെ, CPIM-ന് പിന്നെ വോട്ട് ബാങ്ക് ഇല്ലല്ലോ, വെറുതെ അങ്ങോട്ട് ചെന്ന് കൂടിയതാണല്ലോ. അപ്പോൾ ഞാൻ പറയട്ടെ, നാരായണക്കുറുപ്പ് ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയം മുതൽ ഈ സമദൂര സിദ്ധാന്തം കേരളത്തിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയതാണ്. ഓരോ തെരഞ്ഞെടുപ്പുകളിലും മാറി മാറി വരുമ്പോൾ അദ്ദേഹത്തിന് പക്ഷേ നേരത്തെ NDPയുടെ ഒക്കെ ഒരു കൃത്യമായ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടും എവിടെയാണ് അത് പിളർന്നു പോയതെന്ന് അറിയാവുന്നത് കൊണ്ടും അദ്ദേഹം കൃത്യമായി അതിനകത്തൊരു ലൈൻ പിടിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതുപോലെ പറയുന്ന കാര്യങ്ങളിൽ സ്റ്റേറ്റ്മെന്റ്സിലായാലും ഒക്കെ വളരെ ക്ലവറായിട്ടാണ് അദ്ദേഹം മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴായാലും അല്ലാതെ ആയാലും തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ അദ്ദേഹം എടുത്തിരുന്ന സ്റ്റാൻഡ്. അതിൽ നിന്ന് ഇവിടെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയും അതുപോലെ തന്നെ കോൺഗ്രസിനെയാണ് പിന്തുണയ്ക്കുന്നത്, എന്നാൽ ഞങ്ങൾ സമദൂരത്തിലാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സ്റ്റാൻഡിലേക്ക് വന്നത് ജി സുകുമാരൻ നായർ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷമാണ് എന്ന് നമ്മൾ സമീപകാല തെരഞ്ഞെടുപ്പ് സമയങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. എന്നാലും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കോൺഗ്രസിനോടാണ് അദ്ദേഹം കൂടുതൽ അടുപ്പം കാണിച്ചിട്ടുള്ളത്. എന്നാൽ എല്ലാ നേതാക്കളോടും അദ്ദേഹത്തിന് അടുപ്പമില്ല കേട്ടോ. എല്ലാ നേതാക്കളോടും ജി സുകുമാരൻ നായർക്ക് ആ അടുപ്പമില്ല. വളരെ ചൂസിയാണ്. ചില ആളുകളെ വളരെ നന്നായി പ്രശംസിക്കും, എന്നാൽ ചില ആളുകളെ നല്ല രീതിയിൽ എതിർത്ത് പറയുകയും ചെയ്യും. അദ്ദേഹം എതിർത്ത് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറാൻ കഴിയാറുണ്ടോ എന്നതും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ നാമജപ ഘോഷയാത്ര നടത്തിയത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. നാമജപ ഘോഷയാത്ര നടത്തിയത് ഞങ്ങളാണ്, അതിനുശേഷമാണ് കോൺഗ്രസും അതുപോലെ BJPയും അതിന് ഒപ്പം ചേർന്നത്. ഞാൻ BJP കുറിച്ച് പറയാൻ വരികയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ തുടക്കത്തിൽ തന്നെ BJP എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നാമജപ ഘോഷയാത്രയിൽ എന്താണ് സംഭവിച്ചത്? നാമജപ ഘോഷയാത്രയിൽ ഞാൻ മനസ്സിലാക്കുന്നത് NSSന് ഒപ്പം തന്നെ പന്തളത്ത് നിന്നുള്ള, അതായത് ഈ നാമജപ ഘോഷയാത്രകൾ നമ്മൾ കാണുമ്പോൾ അതിൽ ഹൈന്ദവ സംഘടനകളുടെയും നാമജപ ഘോഷയാത്രകൾ എല്ലാം സൈമിൾട്ടേനിയസ് ആയിട്ട് തന്നെയാണ്. ജിമ്മി ജെയിംസിന് ഓർമ്മ കാണുമല്ലോ, കാരണം ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നതാണ്. തിരുവനന്തപുരത്തായാലും പന്തളത്തായാലും എല്ലായിടത്തും NSSന്റെ നാമജപ ഘോഷയാത്രയ്ക്ക് സമാന്തരമായി തന്നെ ഇവരെല്ലാവരും ഒന്നു ചേർന്ന് പോകുന്ന രീതിയിലാണ്. എന്റെ ഓർമ്മ പറയണോ? എല്ലാ ഓർമ്മകളും വേണ്ട. ഈ വിഷയത്തിൽ ആദ്യത്തെ ജാഥ നടക്കുമ്പോ കോൺഗ്രസോ BJPയോ കൂടെ ഇല്ല. ആദ്യത്തെ ജാഥ NSSന്റേതാണ്. അതിനുശേഷം അപ്പോൾ ഈ ജാഥകൾ, അല്ല ഞാൻ പറഞ്ഞോട്ടെ, എന്റെ ഓർമ്മ തന്നെയാണ്. ജാഥകൾ വരുന്നു, നാമജപ ഘോഷയാത്രകൾ വരുന്നു. ഈ നാമജപ ഘോഷയാത്രകളിൽ പിന്നീട് എവിടെയാണ് ഈ ഒരു അലൈൻമെന്റ് നമ്മൾ കാണുന്നത്? അത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ആകുമ്പോഴേക്കും തിരുവനന്തപുരത്ത് ഇതെല്ലാവരും ചേർന്നുള്ള ഒരു പരിപാടിയായി മാറുകയാണ്. അത് 2 ദിവസത്തിനകം തന്നെയാണ്, 48 മണിക്കൂറിനകം സംഭവിച്ച കാര്യങ്ങളാണ്. തുടക്കമിടുന്നു, അതിനുശേഷം ഇവരെല്ലാവരും ചേരുകയാണ്. പിന്നീട് NSS ഏതാണ്, ഹൈന്ദവ സംഘടനകൾ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ മെർജ് ചെയ്താണ് ഈ പ്രതിഷേധങ്ങൾ നടന്നത്. തുരത്തി ഓടിക്കുമ്പോൾ പോലീസ് ഇവരെ സമരക്കാരെ തുരത്തി ഓടിക്കുമ്പോൾ അതിൽ പരിക്ക് പറ്റുന്നവരെല്ലാം എല്ലാവരും മിക്സ് ചെയ്ത് കിടക്കുന്നതാണ് പിന്നീട് 48 മണിക്കൂറിന് ശേഷം നമ്മൾ കാണുന്നത്. അപ്പോൾ അന്നേരം അദ്ദേഹത്തിന് കൃത്യമായ ഒരു നിലപാടുണ്ടായിരുന്നു. അത് ആ സമയത്തെ ട്രെൻഡ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ആ വിഷയത്തിൽ അന്ന് നിലപാടെടുത്തത്. എല്ലായിടത്തും അദ്ദേഹം ചൂസിയാണ് എന്നത് കാണിക്കാനാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത്. പക്ഷേ എന്നാൽ ഇന്ന് ഇതേപോലെ ഒരു നാമജപ ഘോഷയാത്ര അല്ലെങ്കിൽ പന്തളത്ത് ആഗോള അയ്യപ്പ സംഗമത്തിന് ഒരു ബദൽ സംഗമം നടത്തുമ്പോൾ അദ്ദേഹം അവിടേക്ക് പോകില്ല. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ അറിയാം, അതായത് ഒരു തുടർ ഭരണത്തിലേക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അറിയാം. അതുപോലെ തന്നെ ഇടതുപക്ഷം തങ്ങളെ അടുപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് വന്ന് ശ്രമിക്കുമ്പോൾ തങ്ങൾക്ക് കിട്ടുന്ന ഒരു മൈലേജ് എത്രത്തോളമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ചൂസിയാണ്. അന്നത്തെ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡും ഇന്നത്തെ സ്റ്റാൻഡും ചൂസിയാണ്. അതുപോലെ തന്നെ ഹിന്ദു സ്പിരിറ്റ് വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴും എടുത്ത്
എൻഡോഴ്സ് ചെയ്ത് പറയാറുണ്ട് ഈ ഹിന്ദു സ്പിരിറ്റിനെ കുറിച്ച്. മലപ്പുറം പരാമർശം തന്നെ വർഗീയത കൂടി ചേരുന്ന പരാമർശമായി അത്രയേറെ വിവാദമായതുകൊണ്ട്. പക്ഷേ ജി സുകുമാരൻ നായർ അങ്ങനെ ഒരു കമന്റ് നടത്തില്ല, ഒരു വർഗീയ പരാമർശം നടത്തില്ല. പമ്പാ സംഗമത്തിന് വെള്ളാപ്പള്ളി നേരിട്ട് പോകുന്നു, പക്ഷേ ജി സുകുമാരൻ നായർ പ്രതിനിധിയെ വിടുന്നു. ഇവിടെ പന്തളം സംഗമത്തിലും കരയോഗത്തിന് പ്രതിനിധികൾ ഉണ്ടായിരുന്നു, പമ്പാ സംഗമത്തിലും ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഡോക്ടർ അരുൺ. ഇവിടെ ശരിദൂരം സ്വീകരിച്ചുകൊണ്ട് CPIM-നോട് ജി സുകുമാരൻ നായർ അടുക്കുമ്പോൾ കരയോഗത്തിന്റെ അംഗങ്ങൾ എല്ലാ കരയോഗങ്ങളും അതേ നിലപാട് എടുക്കണമെന്നില്ല, അത് സ്പ്ലിറ്റായി പോകും. വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്റെ പ്രഡിക്ഷൻ അതാണ്, സ്പ്ലിറ്റായി പോകും. BJP-യിലേക്കും കോൺഗ്രസിലേക്കും CPIM-ലേക്കും സ്പ്ലിറ്റായി പോകുന്ന വോട്ട്സ് ആയിരിക്കും ഇത്തവണ നമ്മൾ NSS-ൽ കാണാൻ പോകുന്നത്. ജി സുകുമാരൻ നായർ പറയുന്നതനുസരിച്ച് കരയോഗ അംഗങ്ങൾ എല്ലാവരും ഒന്നും വോട്ട് ചെയ്യില്ല എന്നതാണ് നിലവിലെ യാഥാർത്ഥ്യം. ഓക്കെ, യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? CPM ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന് ശ്രമിക്കുന്നു, NSS ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗിനും ശ്രമിക്കുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. SNDPയും ആ പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായി തന്നെ നിൽക്കുന്നു. ഈ എഞ്ചിനീയറിംഗുകളൊക്കെ വളരെ ശക്തമാവുകയും ഒടുവിൽ റിസൾട്ട് വരുമ്പോൾ പാലം പൊളിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യങ്ങളുണ്ട്. നമ്മൾ ആ അഭിമുഖത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. സുകുമാരൻ നായർ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്ന കാര്യങ്ങളിലൂടെ തന്നെ നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. യഥാർത്ഥത്തിൽ പറയുന്നത് പലതും വാസ്തവമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. സുകുമാരൻ നായരുടെ രാഷ്ട്രീയ ചരിത്രവും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. 18 വർഷം ഞാൻ RSS-ൽ പ്രവർത്തിച്ചു എന്ന് അഭിമാനം കൊള്ളുന്ന സുകുമാരൻ നായർ ഒരു കാലത്തും CPM-നെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയോ പിന്തുണയോ നൽകിയിട്ടില്ല. ഏതെങ്കിലും കാര്യത്തിൽ CPM-ൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി പ്രത്യേക സമ്മർദ്ദതന്ത്രം നടത്തിയിട്ടുമില്ല. എന്നാൽ മറ്റു പാർട്ടികളുടെ കാര്യത്തിലും UDF വരുന്ന സമയത്തും NSS വളരെ കൃത്യമായ സമ്മർദ്ദതന്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരു സമ്മർദ്ദതന്ത്രം 5-ാം മന്ത്രി വിവാദത്തിന് ശേഷം വന്ന താക്കോൽ സ്ഥാനം എന്നുള്ളതായിരുന്നു. ആ താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ കൊണ്ടെത്തിച്ചത് എങ്ങനെയാണ് എന്നതറിയാം. അത് ഒരൊറ്റ മനുഷ്യൻ്റെ സമ്മർദ്ദമാണ്. അത് തീർച്ചയായും സുകുമാരൻ നായരുടെ സമ്മർദ്ദവുമാണ്. CPM-ൽ ആ രീതിയിൽ വലിയ സമ്മർദ്ദങ്ങൾ ചെലുത്താൻ ധൈര്യം കാണിക്കാതിരിക്കുകയും അഥവാ അത്തരം സമ്മർദ്ദങ്ങൾക്ക് പലപ്പോഴും CPM നേരിട്ട് വഴങ്ങാതിരിക്കുകയും എന്നാൽ UDF-ന്റെ കാലത്ത് കൃത്യമായി സമ്മർദ്ദം ചെലുത്തി അതാത് സ്ഥാനങ്ങൾ ഉറപ്പിക്കുകയും ചെയ്യാൻ സുകുമാരൻ നായർക്ക് കഴിയുമായിരുന്നു. ആ സുകുമാരൻ നായരാണ് ഇപ്പോൾ ഇതാ ഈ നിലപാടെടുത്തിരിക്കുന്നത്. എന്താണ് ആ നിലപാട്? പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വാസ്തവമല്ലേ? പല കാര്യങ്ങളും. അതിലാദ്യത്തേത് നമുക്ക് BJP-യിൽ നിന്ന് തന്നെ തുടങ്ങാം. സുജയ പറയാതെ പോയൊരു കാര്യം ഞാൻ പറയാം. ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടതിന് ശേഷം കേരളത്തിൽ അന്ന് 2019-ലും 2018-ലും ഒക്കെ അന്ന് കേരളത്തിലെ സഹമന്ത്രിയായിരുന്ന V. മുരളീധരൻ നടത്തിയൊരു പ്രസ്താവന വായിച്ചുകൊണ്ട് ഞാൻ അത് തുടങ്ങാം. അന്ന് V. മുരളീധരൻ പറഞ്ഞത് ശബരിമല വിഷയത്തിൽ നിയമനിർമ്മാണം നടത്താൻ BJP തയ്യാറാണ് എന്നാണ് പറഞ്ഞത്. ഓർമ്മിക്കണം, കേരളത്തിലെ വിശ്വാസികളോട് നാമജപം നടത്തിയ വിശ്വാസികളോട് V. മുരളീധരൻ പറയുന്നു 2019 സെപ്റ്റംബർ മാസം 11-ാം തീയതി പറയുന്നു, ഇതാ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ഭക്തരെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി മറികടക്കാൻ വേണ്ടി കേന്ദ്രം നിയമനിർമ്മാണം നടത്താൻ തയ്യാറാണെന്ന് പറഞ്ഞു. നിയമനിർമ്മാണം പോയിട്ടൊരു ഓർഡിനൻസ് എങ്കിലും നമ്മൾ കണ്ടു? ഏതെങ്കിലും ഒരു നിയമനിർമ്മാണം? ഇനി അങ്ങനൊരു നിയമനിർമ്മാണം സാധ്യമാണോ? അന്ന് CPM എടുത്ത നിലപാടെന്താ? കേന്ദ്രത്തിൽ അങ്ങനെ നിയമം നിർമ്മിക്കുക സാധ്യമല്ല. എന്തുകൊണ്ടാണ് കേന്ദ്രത്തിന് അത് മറികടക്കാൻ നിയമം നിർമ്മിക്കാത്തത്? യഥാർത്ഥത്തിൽ എന്തിന്മേലാ സുപ്രീം കോടതി വിധി വന്നത്? ഇവിടെയാണ് നമ്മുടെ അജ്ഞതയെ BJP-യും കോൺഗ്രസും മുതലെടുത്തത്. പ്രേക്ഷകർക്കറിയാമല്ലോ, 1965-ലെ കേരള ഹിന്ദു പബ്ലിക് റിലീജിയസ് വർഷിപ്പ് ആക്ട് പ്രകാരം പൊതു ഹിന്ദു ആരാധനാലയങ്ങളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിയമത്തിലെ ചട്ടം 3B പ്രകാരമാണ് യുവതികൾക്ക് അവിടെ പ്രവേശന വിലക്കുണ്ടായിരുന്നത്. പരിപൂർണൻ സ്വാമിയുടെ വിധിയും നമുക്കറിയാവുന്നതാണ്. 91-ൽ ഏതെങ്കിലും ഒരു CPM സർക്കാർ, ഏതെങ്കിലും ഒരു ഇടതുപക്ഷ സർക്കാർ ഈ പരിപൂർണൻ സ്വാമി വിധി നിലവിലിരിക്കുന്ന 1990 മുതൽ 2019 വരെ യുവതീ പ്രവേശനം അനുവദിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ? യുവതിയെ പ്രവേശിപ്പിക്കണമെന്നൊരു വാദം ഉന്നയിച്ചതായിട്ട് ഇല്ല. ആ വിധി വരുന്നത് എപ്പോഴാണ്? 2018-ൽ ആ വിധി വരുന്നു. ആ വിധി വരുമ്പോഴാണ് ഈ സർക്കാർ ഇടപെടുന്നത്. അപ്പോൾ V. മുരളീധരൻ വന്ന് പറയുകയാണ് കേന്ദ്ര നിയമനിർമ്മാണം നടത്തുമെന്നത്രേ. സംസ്ഥാനത്തിൻ്റെ നിയമത്തിലെ ഒരു ചട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ എങ്ങനെയാണ് കേന്ദ്ര നിയമനിർമ്മാണം നടത്താൻ പോകുന്നത് ശബരിമലയുടെ കാര്യത്തിൽ? അത് തന്നെ ഒരു കളവായിരുന്നു എന്നുള്ളത് കേരളം തിരിച്ചറിഞ്ഞതല്ലേ? അത് കേരളം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് 2019-ൽ കിട്ടിയ വോട്ട് പോലും 2021-ൽ കേരളത്തിൽ നിയമസഭയിൽ BJP-ക്ക് കൊടുക്കാതെ പോകുന്നതും BJP ചരിത്രത്തിൽ ഏറ്റവും ദുർബലമായ വളർച്ച ഉണ്ടാവുന്നതും. പടവലങ്ങിയ പോലെ താഴോട്ട് പോകും. 2019-24 തമ്മിലാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ. ആയിക്കോട്ടെ, 2000 ഇതിന് ശേഷം നടന്നാൽ ആകെ 2 തെരഞ്ഞെടുപ്പല്ലേ പ്രധാനമായിട്ടുള്ളൂ. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണല്ലോ യുവതീ പ്രവേശനത്തിന് ശേഷം വരുന്നത്. അതിനുശേഷം 2021 വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 സ്ഥലത്തും കെട്ടിവെച്ച 2 സ്ഥലത്തും സീറ്റ് കെട്ടിവെച്ച പാർട്ടി അധ്യക്ഷൻ ഇപ്പോൾ എവിടെയാ? അയ്യപ്പ കോപം ആർക്കാ?
അദ്ദേഹത്തിന് ഒരു അയ്യപ്പ കോപവുമില്ല. എവിടെ സംഭവിച്ചു നോക്കൂ. ഇവിടെ അദ്ദേഹം പ്രായശ്ചിത്തമായിട്ട് വന്ന് അയ്യപ്പ വിഗ്രഹം ഏറ്റുവാങ്ങി ഭജന പാടിയതാരാ? പിണറായി വിജയൻ. ഇതിലൊക്കെ അനുഭവിക്കും എന്ന് പറഞ്ഞ പാർട്ടി അധ്യക്ഷൻ ആ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്തായി അദ്ദേഹം 5 വർഷം ടേം പൂർത്തിയാക്കിയിട്ടാണ്. അത് പാർട്ടിക്കുള്ളിലെ മാറ്റമാണ്. വളരെ പെട്ടെന്ന് ഗവർണറായിട്ടൊക്കെ നിയമിക്കുന്നതാണല്ലോ. അത് താങ്കളല്ലല്ലോ നിയമിക്കേണ്ടത്. താങ്കളല്ലല്ലോ നിയമിക്കേണ്ടത്. താങ്കൾക്ക് തന്നെ അദ്ദേഹം മറുപടി രണ്ടാമത്തെ ഒരു കാര്യം എന്താ, 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലും കെട്ടിവെച്ച കാശ് പോലും പോകുന്ന അവസ്ഥയിലായിരുന്നില്ലേ ഒരിടത്ത് കോന്നിയിൽ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെയും പരാജയം സംഭവിച്ചിട്ടില്ലേ? വിജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമൊന്നുമല്ലോ. പിന്നെന്തിനാ ഹെലികോപ്റ്റർ എടുത്തത്? ഹെലികോപ്റ്റർ വിജയിച്ചു. 33 സീറ്റ് കിട്ടിയാൽ ഭരണം പിടിക്കുമെന്ന് പറഞ്ഞ പാർട്ടി അധ്യക്ഷനാണ് ശബരിമലയിലെ തരംഗത്തിന്റെ പുറത്ത്. ആകെ ഉണ്ടായിരുന്ന ഒരു സീറ്റ് ആ അക്കൗണ്ട് പൂട്ടി. നിയമം എന്നായിരുന്നു പേര്. അവിടെ ശിവൻകുട്ടി വിജയിച്ചു. 1-0. അതാണ് അയ്യപ്പന്റെ പ്രസാദം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. അതൊന്ന്. അപ്പോ വി മുരളീധരൻ പറഞ്ഞത് വാസ്തവവിരുദ്ധമാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായി. അതിന്ന് കൃത്യമായി സുകുമാരൻ നായർ വളരെ വ്യക്തമായി തന്നെ പറയുന്നു. അപ്പോൾ BJPയെ വിശ്വസിക്കാൻ കൊള്ളൂല ശബരിമല ആചാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. ശബരിമലയിൽ ആചാരം സംരക്ഷിക്കാൻ കേന്ദ്രം ഒന്നും ചെയ്യുന്നില്ല. ബോൾഡായ സ്റ്റേറ്റ്മെന്റാണ്, കൃത്യമായ സ്റ്റേറ്റ്മെന്റാണ്. അങ്ങനെ ഒരു കാര്യവും ചെയ്യാൻ കേന്ദ്രത്തിന് കഴിയുകയുമില്ല. കഴിയുമെന്ന പേരിലുള്ള ഒരു പ്രചരണം നടത്തുകയായിരുന്നു കേന്ദ്രം ചെയ്തത്. ഇതാണ് ആദ്യത്തെ കാര്യം. 2, UDFിന്റെ കാര്യത്തിൽ എന്ത് നിലപാടാണ് എടുത്തത്? UDFും കോൺഗ്രസിനും ഹിന്ദു വോട്ട് വേണ്ട എന്ന് പറയുന്നത് സ്വാഭാവികമായും പാലക്കാടും നിലമ്പൂരിലുമൊക്കെ SDP-യുടെ വോട്ട്, അതേപോലെ ജമാഅത്തയുടെ വോട്ട്, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ സുകുമാരൻ നായരും സ്വാഭാവികമായിട്ടും കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊരു പക്ഷത്തേക്ക് ന്യൂനപക്ഷ പ്രീണനം UDFിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ, ഹിന്ദു വോട്ടുകളിൽ നിന്ന് അകലുന്നുണ്ടോ എന്നൊരു സംശയം സ്വാഭാവികമായും സുകുമാരൻ നായർക്ക് തോന്നിയിട്ടുണ്ടാവാം എന്നുള്ളതാണ്. ഇനി ശബരിമലയിലെ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ പറയുന്നതിൽ വിശ്വസിക്കുകയാണ് സുകുമാരൻ നായർ. അയ്യപ്പ സംഗമം എന്തുകൊണ്ടാണ് ബഹിഷ്കരിച്ചത് കോൺഗ്രസ്? ആ ചോദ്യം നമ്മൾ ഇന്നലെയും ചോദിച്ച ചോദ്യമല്ലേ? അയ്യപ്പ സംഗമം നടത്തുന്നത് ഏതെങ്കിലും ആചാരം ലംഘിക്കാൻ വേണ്ടിയായിരുന്നോ? ശബരിമലയിലെ വികസനം ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമായിരുന്നില്ലേ? BJP പങ്കെടുക്കുമായിരുന്നില്ലേ? ഇതിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ പന്തളത്ത് സംഘടിപ്പിക്കാൻ വരുന്ന സമയത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ അവിടെ വരുന്നു. എന്ത് ക്രിയേറ്റീവായ സജഷൻസ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അത് കൊടുക്കേണ്ട സ്ഥലം ആഗോള അയ്യപ്പ സംഗമമായിരുന്നില്ലേ? അതുകൊണ്ടാണ് സുകുമാരൻ നായർ പറയുന്നത് കൃത്യമായും രാഷ്ട്രീയ നിലപാടാണ്, വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ് ഈ കോൺഗ്രസിന്റെയും BJPയുടേതും ഈ വിഷയത്തിൽ എന്ന് പറയുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ ക്ഷണിച്ചിരുന്നെങ്കിൽ വന്നേനെന്ന് കേൾക്കൂ, അവിടെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ സംഗമമാണോ അവിടെ നടന്നത്? അല്ല, ഇദ്ദേഹം ആഗോള അയ്യപ്പ സംഗമത്തെ കുറിച്ച് BJP അയ്യപ്പ സംഗമത്തെ കുറിച്ച് എതിർത്തുള്ള നിലപാടല്ല. ഞാൻ BJPയുടെ നിലപാടാണ്. കുമ്മനം രാജശേഖരൻ BJPയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. BJPയുടെ നിലപാട് പറയേണ്ടത് സംസ്ഥാന അധ്യക്ഷനാണ്. പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് സംസ്ഥാന അധ്യക്ഷനാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു എന്നെ ക്ഷണിച്ചില്ലെങ്കിൽ ഞാൻ കേൾക്കാത്തത്. അപ്പൊ കുമ്മനം രാജശേഖരന് ഉള്ള നിലപാടല്ലേ രാജീവ് ചന്ദ്രശേഖരനുള്ള? പാർട്ടിയുടെ നിലപാട് ഔദ്യോഗികമായി പറയേണ്ടത് സംസ്ഥാന അധ്യക്ഷനാണ്. ഔദ്യോഗിക നിലപാട് പാർട്ടിയുടെ നിലപാട് ആഗോള അയ്യപ്പ സംഗമം കൊള്ളാമെന്നാണോ തട്ടിപ്പെന്നാണോ? ആഗോള അയ്യപ്പ സംഗമം ഭക്തർക്ക് വേണ്ടിയല്ല, അതൊരു സ്പോൺസേഡ് പരിപാടിയാണ്. അതാണ് ഇന്ന് വൃത്തിയായിട്ട് പറഞ്ഞത്. ഇങ്ങനെ നിലപാടെടുത്ത BJPയുടേത് ഒരു രാഷ്ട്രീയ തട്ടിപ്പാണ്, വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. ഇതാണ് സുകുമാരൻ നായർ പറഞ്ഞത്. ഇത് പറഞ്ഞു കേട്ടാൽ മതി. പിന്നെ അതിനുശേഷം ഞാൻ ക്ഷണിച്ചാ വന്നേനെ എന്ന് പറയുന്നതിനകത്ത് പ്രസക്തിയില്ല. ഏതെങ്കിലും നേതാവിനെ ക്ഷണിച്ചോ? പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചു. പ്രതിപക്ഷ നേതാവ് ക്ഷണിക്കുന്ന പോലെ എങ്ങനെയാ നിയമസഭയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്ത പാർട്ടിയുടെ നേതാവിനെ ക്ഷണിക്കുന്നത്? പ്രതിപക്ഷ നേതാവ് ഔദ്യോഗിക പദവിയാണ്. ഏത് ഔദ്യോഗിക പദവിയിലാണ് BJP നേതാവിനെ ക്ഷണിക്കേണ്ടത്? മുൻ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ക്ഷണിക്കാം. മുൻ കേന്ദ്രമന്ത്രി ക്ഷണിച്ചു. ശബരിമലയിലെ ആഗോള ഭക്തജന സംഗമത്തിൽ പാർട്ടിയുടെ എണ്ണം പറഞ്ഞ് BJP, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ ഏതെങ്കിലും നേതാവിനെ ക്ഷണിച്ചോ? മുസ്ലിം ലീഗ് ഈ പരിപാടിക്ക് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പറഞ്ഞ ക്ഷണം കിട്ടിയപ്പോഴാണ്. ആരും ക്ഷണിച്ചു? VD സതീശനെ ക്ഷണിക്കാം. പ്രതിപക്ഷ നേതാവല്ലേ? നിയമസഭയിൽ ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു അക്കൗണ്ട് രാജഗോപാൽ ഉണ്ടായിരുന്നെങ്കിൽ, രാജഗോപാൽ നേമത്തുനിന്ന് ഒരു MLA ആയിരുന്നെങ്കിൽ ക്ഷണിച്ചേനെ. രാജീവ് ചന്ദ്രശേഖർ ഒരു MP ആയിരുന്നെങ്കിൽ ക്ഷണിച്ചേനെ. ഇത് രണ്ടുമല്ലാത്തൊരു പാർട്ടി നേതാവിനെ ക്ഷണിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ആ പാർട്ടി ആഗോള അയ്യപ്പ സംഗമത്തെ കുറിച്ച് എടുത്ത നിലപാട് ശുദ്ധ തട്ടിപ്പാണെന്നും സ്പോൺസേഡ്
തെറ്റുകളാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന പാർട്ടി ഒടുവിൽ അത് വിജയിച്ചു എന്ന് കാണുമ്പോൾ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് കാണുമ്പോൾ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് കാണുമ്പോൾ ഇവിടെ ഇതാ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്നു, ക്ഷണിച്ചിരുന്നെങ്കിൽ എന്നെ വിളിച്ചേനെ. ഇതുവരെ പറഞ്ഞുകൊണ്ട് നടന്നത് എന്താ ആഗോള അയ്യപ്പ സംഗമത്തെ കുറിച്ച്? ഇത് പൊതുജനങ്ങൾക്ക് ബോധ്യമാവുന്ന രീതിയിലാണ് ഇന്ന് സുകുമാരൻ നായർ വളരെ വ്യക്തമായി പറഞ്ഞത്. അതാണ് BJP-യുടേതും കോൺഗ്രസിന്റേതും ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവർ രണ്ടുപേരും എടുത്ത നിലപാട് തട്ടിപ്പാണ്, വോട്ട് രാഷ്ട്രീയമാണ്. ഇനി വരുന്നത് സർക്കാർ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം ഉണ്ടല്ലോ, സത്യവാങ്മൂലത്തിൽ സർക്കാർ എന്താ പറഞ്ഞിരിക്കുന്നത്? സത്യവാങ്മൂലത്തിൽ സർക്കാർ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിർദ്ദേശം സമർപ്പിക്കേണ്ടത് പണ്ഡിതരടങ്ങുന്നവരാണ്. നവോത്ഥാന നായകന്മാരും പണ്ഡിതരെയും ഉൾപ്പെടുത്തിയുള്ള കമ്മീഷൻ രൂപീകരിച്ചിട്ട് വേണം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ. ഇതിൽ CPM-ൻ്റെതായ ഒരു നിലപാട് 2019 കേസിലില്ല, 2018 കേസിലില്ല. അതിനുശേഷമാണ് ജയ്ദേവ് ഗുപ്തയോട് ചോദിക്കുന്ന സമയത്ത് വരുന്നു. ജയ്ദേവ് ഗുപ്തയോട് ചോദിക്കുന്ന സമയത്താണ് 2007 വനിതാ മതിൽ നവോത്ഥാന മതിലുമായി ബന്ധപ്പെട്ടല്ലേ? എന്താണ് എടുത്തത്? ശബരിമലയ്ക്ക് വേണ്ടിയിട്ടാണ് വനിതാ മതിൽ സംഘടിപ്പിച്ചത്. വനിതാ മതിൽ സംഘടിപ്പിച്ചത്, നവോത്ഥാന മതിൽ സംഘടിപ്പിച്ചത് ശബരിമലയ്ക്ക് കയറാൻ വേണ്ടിയിട്ടാണോ? ഒറ്റ സംശയം, നവോത്ഥാനം നിർത്തണമെന്നാണോ താങ്കൾ പറയുന്നത്? നവോത്ഥാനം ഒരു കാരണവശാലും നിർത്താൻ പാടില്ല എന്ന നിലപാടെടുക്കുന്ന പാർട്ടിയാണ് ഈ നവോത്ഥാനം വേണ്ടേ? നവോത്ഥാനം വേണ്ടേ? നവോത്ഥാനം തുടർച്ചയായി എന്താണ്? അല്ല, സർക്കാർ കൊണ്ടുവന്ന പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഉത്ഥാനം, ഉണർവ്, അത് നമ്മുടെ സംസ്ഥാനത്ത് മുഴുവൻ ഉണ്ടാകണം. അത് 2018-ലും 19-ലും നിന്നു പോകേണ്ട ഒന്നല്ല. എവിടെയാണ് ആചാരവുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യാവകാശം നിഷേധിക്കപ്പെട്ടത്? അല്ല, നവോത്ഥാനം വേണ്ട, നമുക്ക് പരമ്പരാഗതമായി ഭയ്യ ജോഷി 2016 പറഞ്ഞ നിലപാട് സുജയിക്കൊണ്ടോ? ഇന്ത്യയിലെ മുഴുവൻ ക്ഷേത്രങ്ങളിലും പുരുഷന്മാർക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ക്ഷേത്രങ്ങളിൽ 2016 ഭയ്യ ജോഷി പറയുന്നു എല്ലാ സ്ത്രീകൾക്കും പ്രവേശനം വേണം. സുജയുടെ നിലപാട് ഞാൻ വളരെ കൃത്യമായി പറയാം. എല്ലാ മതങ്ങളിലും എല്ലാ ആരാധനാലയങ്ങളിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രവേശനം വേണം. ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ടാണ് ശബരിമലയിൽ പ്രവേശനം നടത്തി വരുന്നത്. ശബരിമലയിൽ ഞാനും എന്റെ കുട്ടിക്കാലത്ത് ആവശ്യം പോലെ പോയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഞാൻ ശബരിമലയിലേക്ക് ഉദ്ദേശിക്കുന്നത് 50 വയസ്സിന് ശേഷമാണ്. മഹാറാണി അമ്പലത്തിൽ സന്ദർശനം നടത്തിയിരുന്നു എന്നതിന് രേഖകൾ പുറത്തു വന്നു. തിരുവിതാംകൂർ മഹാരാജാവിനെതിരെ നിലപാടെടുക്കും നിങ്ങൾ? തിരുവിതാംകൂർ മഹാരാജാവ് ഇന്നില്ലല്ലോ, ഇന്ന് ജനാധിപത്യ ഭരണമാണല്ലോ. അത് വിട്ടേക്കാം. ഇപ്പൊ കയറുമ്പോ അത് പ്രശ്നമാവും. ഇത് എന്ത് നിലപാടാണ്? ഈ നിലപാടില്ലായ്മയാണ്. 2016 ശബരിമല അടക്കമുള്ള ഹിന്ദു ക്ഷേത്രങ്ങളിൽ എന്റെ സമയമാണ് 2016 കേൾക്കൂ, താങ്കൾ പറഞ്ഞതിനുള്ള മറുപടി കേട്ടു. ഇനി കേൾക്കൂ, 2016 ഭയ്യ ജോഷി എന്ന RSSന്റെ സൈദ്ധാന്തികനും നേതാവും പറയുന്ന വാചകം ഇതാണ്. ഈ മാത്രമല്ല എല്ലാ ക്ഷേത്രങ്ങളുമാണ്. അത് ശബരിമല ഒഴിവാക്കിയിട്ടില്ല. ശബരിമല വിധിക്ക് ശേഷം നിലപാട് മാറ്റി. അതല്ലേ മലക്കമറിച്ചിൽ? അപ്പൊ വിധിക്ക് മുമ്പോ? അല്ലാതെ വിധിക്ക് മുമ്പുള്ള വിധിക്ക് മുമ്പുള്ള നിലപാടെന്താ? രാജഗോപാലിന്റെ നിലപാടെന്താ? വിധിക്ക് മുമ്പുള്ള അതെന്തായാലും NSS ജനറൽ സെക്രട്ടറി പറഞ്ഞനുസരിച്ച് CPM-ന് നവോത്ഥാനം വേണ്ട. കേൾക്കൂ, കേസ് കൊടുത്ത പ്രേരണകുമാരി ഏത് പാർട്ടിയുടെ? കേസ് കൊടുത്ത പ്രേരണകുമാരി. നിങ്ങൾ ബഹളം ഉണ്ടാക്കല്ലേ സുജയ? സംസാരിക്കുന്ന സമയത്ത് ഞാൻ ബഹളം ഉണ്ടാക്കിയില്ലല്ലോ. അനാവശ്യമായി ബഹളം ഉണ്ടാക്കുന്നത് നമ്മൾ ഈ ചർച്ച പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടിയല്ലേ? പ്രേരണകുമാരി ഏത് പാർട്ടിയുടെ? സുപ്രീം കോടതിയിലെ ഏത് കൗൺസിലിലെ അസോസിയേഷന്റെ നേതാവാ പ്രേരണകുമാരി? കേസ് കൊടുത്ത പ്രേരണകുമാരി. സുജയ പറഞ്ഞേ. താങ്കളുടെ ടേൺ ആണ്. താങ്കൾ പറഞ്ഞത് അല്ല, ഇത് ഉത്തരം പറയൂ. ഏത് പാർട്ടിയുടെ? അത് BJP-യുടെ ഞാൻ പറയുന്നു. അല്ല, ഡോക്ടർ അരുൺ ചോദ്യം ഉന്നയിക്കുകയാണെങ്കിൽ ഉത്തരം പറയാനുള്ള സമയം വളരെ ക്ലിയർ. 2016 എടുത്ത നിലപാട് ക്ഷേത്രപ്രവേശനത്തിന് യുവതിക്കും പുരുഷന്മാർക്കും തുല്യ അവകാശം വേണമെന്നാണ്. ആ നിലപാട് ഭയ്യ ജോഷി മാറ്റുന്നത് 2019 ശേഷമാണ്.
ശബരിമലയുടെ കാര്യത്തിൽ പ്രാദേശികമായിട്ടുള്ള ചില സെന്റിമെന്റ്സ് ഉണ്ട് എന്ന് ഭയ്യ ജോഷി നിലപാട് തിരുത്തുന്നത് 2019 ശേഷമാണ്. അത് നിലപാടിലുള്ള മലക്കം മറിച്ചിലല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 2, ഈ കേസിൽ കോടതിയിൽ പോയിരിക്കുന്നത് CPM ഏതെങ്കിലും അംഗങ്ങളോ CPM ഇടതുപക്ഷത്തെയോ ഏതെങ്കിലും പ്രവർത്തകരാണോ? ഏതെങ്കിലും നാളിതുവരെ CPM ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഒരു കേസ് പോയിട്ടുണ്ടോ? CPM ഇടതുപക്ഷത്തെയോ ഏതെങ്കിലും പ്രവർത്തകർ കോടതിയിൽ ശബരിമലയിൽ കയറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാതിരിക്കെ ഇരുട്ടത്ത് നിർത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ വേണ്ടിയാണ് കോൺഗ്രസും BJPയും ശ്രമിച്ചത് എന്നാണ് ഇന്ന് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞു വെച്ചതിൻ്റെ പൊരുൾ. അതുകൊണ്ടാണ് നാമജപ ഘോഷയാത്രയിൽ അവസാനമാണ് അവർ പങ്കെടുക്കാൻ വന്നത്. നമ്മൾ തുടങ്ങി, അവസാനം അവർ പങ്കെടുക്കാൻ വന്നു. അവർക്ക് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്നതിലൂടെ കാര്യങ്ങൾ വ്യക്തമാണ്, കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട് എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. കാരണം കേരളത്തിലെ രാഷ്ട്രീയം ഏതെങ്കിലും തരത്തിൽ സമുദായമായിട്ടുള്ള താല്പര്യത്തിനോ സമ്മർദ്ദത്തിനോ വഴങ്ങിയല്ല മുന്നോട്ട് പോകേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു ആളാണ്. അതുകൊണ്ട് അതിൽ കൃത്യമായ സമദൂരം അല്ല ഇപ്പോൾ CPM എടുത്തിരിക്കുന്നത്. അതിൽ CPMനോട് ഇടതുപക്ഷത്തോട് ഈ വിഷയത്തിൽ നിലവിൽ ചേർന്ന് നിൽക്കുന്നു എന്നതാണ് എൻ്റെ ടേക്ക്. സമദൂരം വിട്ടോ എന്ന ചോദ്യത്തിന് 3 പേരുടെയും ഉത്തരം യെസ് എന്നാണ്. Meet the editors.